ഹരി ഓം. ദശകം 9, ശ്ലോകം 3. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ ഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീ സ്ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. പിരിച്ചു നോക്കാം പദങ്ങളെ. അമുഷ്യ ഹി സരോരുഹ സരോരുഹ, അവിടെ വിസർഗമുണ്ട്. സരോരുഹ കിം അപി, കിമപി കാരണം സംഭവേത്. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത്. ആ ഇടയ്ക്ക് വരുന്ന ആ സരോരുഹ എന്ന് കഴിഞ്ഞിട്ട് വരുന്ന വിസർഗം നമ്മൾ ഉച്ചരിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ശരിയായിട്ട് സംസ്കൃതം അറിയുന്നവർ നമ്മൾ പറയുന്ന പോലെ അവസാനവും ഹാ എന്ന് ഫുൾ ഉച്ചരിക്കാറില്ല. ഹായുടെ ഒരു പകുതി ഹ എന്നുള്ളൊരു ശബ്ദമേ പുറപ്പെടുപ്പിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും സംസ്കൃതം അറിയുന്നവർ, നമ്മൾ അത്രയും അറിയാത്തവരായതുകൊണ്ട് നമ്മൾ ഹാ എന്ന് തന്നെ പറഞ്ഞ് പഠിച്ചു പോവുക. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത്. ഇടയ്ക്ക് വരുന്നത് അവരും ഉച്ചരിക്കാറില്ല. അഥവാ ഉച്ചരിക്കുകയാണെങ്കിലും അത് ഒരു എന്നുള്ള ശബ്ദത്തോടു കൂടി പോകത്തേ ഉള്ളൂ, ഉച്ചരിക്കാറില്ലാതെ. ഇതി സ്മ കൃത നിശ്ചയഃ സഹ ഖലു നാള രന്ധ്ര അധ്വനാ. ഇതി സ്മ കൃത നിശ്ചയഃ സഖലു നാളരന്ധ്രാധ്വനാ. നാളരന്ധ്ര അധ്വന ആണ് നാളരന്ധ്രാധ്വന. കൃതനിശ്ചയ അവിടെ ഒരു വിസർഗമുണ്ട്, അത് കഴിഞ്ഞ് ഋസ വരും. അപ്പം ഇതിസ്മ കൃതനിശ്ചയ സഖലു, അസ ഒന്ന് ഇരട്ടിക്കും. അത് നമുക്കറിയാണ്ട് ഇരട്ടിച്ച് വരും. നമ്മൾ അതിനു വേണ്ടിയിട്ട് സ എന്നങ്ങനെ പറയുകയൊന്നും വേണ്ട. ഇതിസ്മ കൃതനിശ്ചയ സഖലു, കണ്ടോ, ഒരു സ എന്നങ്ങ് വന്നു. അല്ല നിശ്ചയ എന്ന് പറഞ്ഞേച്ച് സ എന്നങ്ങനെ ഇരട്ടിക്കാൻ നിൽക്കണ്ട. സ്വയോഗ ബലവിദ്യയ, സ്വയോഗ ബലവിദ്യയ, സ്വയോഗ ബലവിദ്യയ സമവരൂഢവാൻ പ്രൗഢധീഹി, പ്രൗഢധീഹി. സ്വയോഗ ബലവിദ്യയ സമവരൂഢവാൻ പ്രൗഢധീഹി. അവിടെ പ്രൗഢധീഹി അവിടെ ഒരു വിസർഗമുണ്ട്. ഒന്നുകിലോ ആ വിസർഗം പറഞ്ഞ് അവിടെ നിർത്താം, എന്നിട്ട് ത്വദീയ, ത്വദീയ എന്ന് പറഞ്ഞെടുക്കുക. അല്ലെങ്കിൽ പ്രൗഢധീ സ്ത്വദീയ, അവിടെ വിസർഗം പറയാണ്ട് സ്ത്വദീയ എന്ന് പറഞ്ഞെടുക്കുക. സ്ത്വദീയം അതിമോഹനം. പിരിക്കുമ്പം പ്രൗഢധീഹി ത്വദീയം അതിമോഹനം. ത്വദീയം പ്ലസ് അതിമോഹനം. ത്വദീയമതിമോഹനം ന തു കളേബരം ദൃഷ്ടവാൻ. ന തു കളേബരം ദൃഷ്ടവാൻ. ഈ ഒരുപാടിടത്തും നായ്ക്ക് ന എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കാനുള്ളത്, ഒരു വാക്കിൻ്റെ ആദ്യം തുടങ്ങുമ്പം ന എന്ന് പറയണം. ഇടയ്ക്ക് വരുന്ന നായാണെങ്കിൽ അത് ന എന്ന് ഉച്ചരിക്കണം. അങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ന ന ഇവിടെ നതു കളേബരം, ന തു കളേബരം. അപ്പം നായാണ്. നതു കളേബരം എന്ന് വായിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. തെറ്റില്ല, നമ്മളങ്ങനെ ശീലിച്ചതാണ്, തെറ്റില്ല. ത്വദീയം അതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ കൃതനിശ്ചയഃ സഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീ സ്ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. അമുഷ്യ സരോരുഹ കിമപി കാരണം സംഭവേത് ഹി. അമുഷ്യ സരോരുഹ, ഈ താമരപ്പൂവിന് കിമപി കാരണം സംഭവേത്, ഏതെങ്കിലും ഒരു കാരണം തീർച്ചയായിട്ടും ഉണ്ടാകാതിരിക്കത്തില്ല, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ആശ്രയം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതാണ്
അമുഷ്യ സരോരുഹ കിമപി കാരണം സംഭവേത് ഹി ഇതി സ്മ കൃതനിശ്ചയ പ്രൗഢതീഹി സഹ ഖലു. അപ്പം അങ്ങനെ ഒരു തീർച്ചയാക്കിയിട്ട് ഇതിസ്മ കൃതനിശ്ചയ, അങ്ങനെ തന്നെ എന്ന് ഉള്ളിലുറപ്പിച്ച് പ്രൗഢതീഹി, ആ ബുദ്ധിസാമർഥ്യമുള്ള അദ്ദേഹം ബ്രഹ്മാവ് സ്വയോഗബലവിദ്യയാ നാളരന്ധ്രാധ്വന സമവരൂഢവാൻ, തൻ്റെ യോഗശക്തിയോട് എന്നുവെച്ചാൽ തപശക്തിയോടുകൂടിയ ആ ജ്ഞാനശക്തിയാൽ താമരത്തണ്ടിൻ്റെ സുഷിരങ്ങൾ വഴി അകത്തേക്ക് കീഴ്പോട്ടിറങ്ങി. അതാണ് സ്വയോഗബലവിദ്യയാ നാളരന്ധ്രാധ്വന സമവരൂഢവാൻ. അപ്പം ആ യോഗശക്തിയുള്ളവർക്ക് ഇതാകാനൊക്കെ പറ്റുള്ളൂ, തപശക്തിയൊക്കെ ഉള്ളവർക്ക്. എന്നുവെച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഈ ചെറുതാവാനും വലുതാവാനും ഒക്കെ ഉള്ളൊരു ശക്തി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ജ്ഞാനശക്തിയാൽ താമരത്തണ്ടിൻ്റെ സുഷിരങ്ങൾ വഴി കീഴ്പോട്ടിറങ്ങി. അതിമോഹനം ത്വദീയം കളേബരം തു ന ദൃഷ്ടവാൻ. അപ്പോൾ അതിമനോഹരമായ അവിടുത്തെ തിരുവുടൽ കണ്ടെത്തുക എന്നതിന് വേണ്ടിയിട്ടാണ് പോയതെങ്കിലും എന്ത് സംഭവിച്ചു? കളേബരം തു ന ദൃഷ്ടവാൻ, അത് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തുന്നത് നമുക്ക് ആലോചിക്കാം. ഭഗവാൻ ഈ ജലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിനു മുകളിൽ ഭഗവാന്റെ നാഭിയിൽ നിന്നും മുകളിലേക്ക് വന്ന ഒരു താമര, അതും അതീവ വിസ്തൃതമുള്ളൊരു താമര, അതീത വിസ്താരമുള്ള ഒരു താമരയിലകത്താണ് ബ്രഹ്മാവിരിക്കുന്നത്. ആ ബ്രഹ്മാവ് നാല് ചുറ്റും നോക്കിയാലും ഭഗവാനെ കാണത്തില്ല, താമരയുടെ അടിയിലാണ് ഭഗവാൻ. അപ്പം എന്നാലും ഈ ചിന്ത മുഴുത്തിട്ട് ഈ നാല് വശവും നോക്കിയിട്ട് കാണാഞ്ഞിട്ട് ഈ ബ്രഹ്മാവ് വിചാരിച്ചു ആ യോഗശക്തിയാൽ താമരപ്പൂവിൻ്റെ തണ്ട് വഴി അകത്തേക്കിറങ്ങി നോക്കാം, അതിൻ്റെ ഒരു ഉദ്ഭവസ്ഥാനം കാണുമല്ലോ. പക്ഷേ എന്നിട്ടും ആ ഭഗവാനെ കണ്ടില്ല എന്നാണ് പറയുന്നത്. അമുഷ്യഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ കൃതനിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതീസ്ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ.